ഹലോ നമസ്കാരം, എല്ലാവർക്കും റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ വിശേഷത്തിലേക്ക് കടക്കാം. വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നും ഉച്ചയ്ക്ക് ഒരു 1:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ വിശേഷവുമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് കഥയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ പറഞ്ഞ കഥ പകുതിയോളം ആൾക്കാർ കേട്ടില്ലെന്ന് തോന്നുന്നു, കാരണം കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ പറഞ്ഞ കഥ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ എവിടെയോ വീണിട്ട് പുള്ളിക്കാരി ഇങ്ങനെ കിടപ്പിലാണുള്ളത്. അപ്പോൾ പുള്ളിക്കാരിനെ കാണാനായിട്ട് നമ്മുടെ അലീനയും ഔതക്കുട്ടിയും കൂടെ പോയിട്ടോ. ഈ സമയത്ത് ബബിത അവിടെ ഒറ്റയ്ക്കാണുള്ളത്. അപ്പം ബബിതേനെ ആദ്യം ഒന്നും നമ്മുടെ സ്റ്റാൻലിക്ക് ഇഷ്ടമല്ലായിരുന്നു, കൊണ്ടുവന്ന് നിർത്തുന്നതോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പതിയെ പതിയെ പോകെ നമ്മുടെ സ്റ്റാൻലിക്ക് ബബിതയോടൊരു സ്നേഹവും ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ബബിതേനെ എസ്റ്റേറ്റ് കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നു. എല്ലാ സാമഗ്രികളും എല്ലാ സ്ഥലങ്ങളും എല്ലാം നമ്മുടെ സ്റ്റാൻലി കാണിച്ചു കൊടുക്കുന്നു. പതുക്കെ നമ്മുടെ ബബിതയ്ക്കും സ്റ്റാൻലിയോടുള്ളൊരു പേടിയൊക്കെ മാറുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ അലീനയും ഔതക്കുട്ടിയും കൂടി ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലിയുടെ മുൻ ഭാര്യ എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റാൻലിക്ക് ഒരേ ഒരു ഭാര്യയുള്ളൂ. ഭാര്യ 3 മക്കളുടെ അമ്മയായ എൽസമ്മയെ കാണാൻ പോയി. അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദയനീയമാണ് കേട്ടോ. പുള്ളിക്കാരി ഒരു വികൃത രൂപമായിട്ട് കിടക്കുകയാണ് അവിടെ. ആരും നോക്കാനില്ല, മക്കളോ കൂടപ്പിറപ്പുകളോ ആരും ഈ എൽസമ്മേനെ നോക്കുന്നില്ല. എൽസമ്മയ്ക്ക് ആഹാരം കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല, തലമുടി ഒന്ന് ചീകി കൊടുക്കാൻ ആരുമില്ല. വല്ലാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ആർക്കും നോക്കി നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, ചങ്ക് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ. കൂടപ്പിറപ്പുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആണല്ലോ അവിടെ ആവശ്യം വേണ്ടത്. അപ്പം അലീന ഇത് കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അലീനയെ ആദ്യം ആ വീട്ടിലൊന്നും കയറ്റിയില്ല. അലീന അവിടെ വന്നപ്പോഴത്തേക്കും തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ചാടി പുറപ്പെട്ട് ആരും ഇവിടെ നിന്നെ കയറ്റി പോകത്തില്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് എൽസമ്മ തന്നെ പറയുന്നുണ്ട് ആ കൊച്ചു കയറി വന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. കാരണം എൽസമ്മ എപ്പോഴും ഒരു പതുങ്ങിയ സ്വരക്കാരിയാണ്. എൽസമ്മ അല്ല എൽസമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. എൽസമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എൽസമ്മയുടെ ആങ്ങളമാരും റീത്താമ്മ എന്ന് പറയുന്ന നമ്മുടെ എൽസമ്മയുടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഇവരുമാണ് എൽസമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ എൽസമ്മ ഒരു പഞ്ചപാവം പിടിച്ചൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും തലയിൽ കയറി കുതിര നിറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ അലീനയോട് കയറി വന്നോളാൻ ഈ എൽസമ്മ തന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം എന്ത് ചെയ്യുന്നു, നമ്മുടെ അലീന ആ റൂമിൽ കയറി ചെന്നപ്പോഴത്തേക്കും ആ റൂമിൽ അങ്ങോട്ട് കയറത്തില്ല കേട്ടോ. അതുമാതിരി നാറ്റം, മലമൂത്ര വിസർജനമൊക്കെ അവിടെ കിടക്കുകയാണ്. അതൊന്നും എടുത്തൊന്നും മാറ്റിയിട്ട് പോലും ഇല്ല, ഒന്ന് ക്ലീൻ ചെയ്യുന്ന പോലും ഇല്ല. ആഹാരം കൊടുക്കുന്നുണ്ട്, അതെ കഴിക്കുന്നുണ്ടോ, എന്തോരം കഴിച്ചു, അത് കഴിച്ചിരിക്കുന്നത് വൃത്തിയായിട്ടാണോ, ഇത് വായ്ക്കകത്തേക്ക് തന്നെയാണോ പോകുന്നത്, ഇന്നൊന്നും അറിയത്തില്ല. അതുപോലെ ഒരു വൃത്തിഹീനമായ ഒരു റൂമിൽ അലീനയ്ക്ക് സഹിക്കുമോ? അലീനയ്ക്ക് ഇത് കണ്ടിട്ട് ഈ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ തോന്നുകയാണ്. അലീനയ്ക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കുക, അവരെ വൃത്തിയും എനിക്ക് നോക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ അലീനയ്ക്ക് കമ്പൽസറി ആയിട്ട് അലീന അങ്ങനത്തെ നോക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന എന്ത് ചെയ്തു, വല്യപ്പച്ച നമുക്കൊരു കാര്യം ചെയ്യാം വല്യപ്പച്ച, ഇത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ലല്ലോ, എനിക്കിത് വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ മോൾ എന്താ ഈ പറയുന്നത്, അതും കേണൽ സ്റ്റാൻലിയുടെ മോൾ ഇവിടെ വന്ന് വൃത്തിയാക്കാനോ, അത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വല്യപ്പച്ചനോട് അലീന പറഞ്ഞു മനസ്സിലാക്കുകയാണ്. വല്യപ്പച്ച നമുക്കൊക്കെ ഈ അവസ്ഥ വരാം, എൻ്റെ വല്യപ്പച്ചനും ഈ അവസ്ഥ വരാം, എല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരല്ലേ വല്യപ്പച്ച. നമ്മൾ ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ചു പോയാൽ ദൈവം, നമ്മുടെ ഈശോ നമ്മളോട് പൊറുക്കുവോ? ഒരിക്കലും ഇല്ല. രോഗികളെ ശുശ്രൂഷിക്കുന്നത് അത് നല്ലതാ വല്യപ്പച്ച. വയസ്സാങ്കാലത്ത് നമുക്കും ആരെങ്കിലുമൊക്കെ നോക്കാൻ കാണുമെങ്കിലേ നമ്മളും ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഔതക്കുട്ടിയുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. അപ്പോൾ ഔതക്കുട്ടിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാണല്ലോ, ശരിയായ വാക്കുകൾ. എന്തൊരു കഷ്ടമാണത്. അല്ലെങ്കിലും നമ്മൾ പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ഉൾവിളി അല്ലെങ്കിൽ ഉള്ളുണർവൊക്കെ നമ്മുടെ ഔതക്കുട്ടിച്ചായന് തോന്നുകയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായനാണെങ്കിൽ എന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ്യുക, മോൾ ഒറ്റയ്ക്ക് ക്ലീൻ ആക്കാൻ നിൽക്കേണ്ട, ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഈ പറയുന്ന നമ്മുടെ എൽസമ്മയ്ക്കും സ്റ്റാൻലിക്കും കൂടി ഒരു മോളുണ്ട്. ഇച്ചിരി ഡിസബിലിറ്റി ആയ ഒരു കുഞ്ഞാണ്. ഒരു 10-18 വയസ്സുണ്ടെങ്കിലും ആ കുഞ്ഞിനൊരു 6 വയസ്സ് 7 വയസ്സിൻ്റെ ഒരിതേ ഉള്ളൂ. ഒരു പെൺകുട്ടിയാണെങ്കിലും അത് ഒരു ഡിസബിലിറ്റി ആണ്. അപ്പം ആ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടൊക്കെ വരാൻ പറയുമ്പം അവൾ പോയി ഓരോന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ചൂലെടുത്തുകൊണ്ട് വരുന്നു, റൂമെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, ബെഡ്ഷീറ്റ് മാറ്റുന്നു, പില്ലോ മാറ്റുന്നു. അതുപോലെ തന്നെ എൽസമ്മ ഇട്ട ഡ്രസ്സെല്ലാം ഊരി മാറ്റിയിട്ട് തുടച്ച് വൃത്തിയാക്കി തലമുടിയെല്ലാം ചീകി കെട്ടിക്കൊടുത്ത് സുന്ദര കുട്ടത്തിയാക്കുകയാണ് നമ്മുടെ എൽസമ്മേനെ. എൽസമ്മയുടെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. ഒരവസ്ഥ ഓർക്കണം, തൻ്റെ ഭർത്താവിൻ്റെ അവിഹിതത്തിലുണ്ടായ ഏതോ ഒരു പെങ്കൊച്ചാണ്
ഇത്രയും ദിവസം അവിടെ കിടന്നിട്ടും ആർക്കും ചെയ്യാൻ തോന്നാത്ത കാര്യം ചെയ്യാൻ തോന്നിയത്. ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഇമോഷണലി നമ്മൾ തകർന്നു പോകും. അപ്പൊ അതുപോലെ ഒരു സീനൊക്കെയാണ്. അങ്ങനെ വല്ലാത്ത സങ്കടം. നമ്മുടെ എൽസമ്മ ലാസ്റ്റ് അലീനയുടെ മുമ്പിൽ കൈ കൂപ്പുകയാണ്. കാരണം ഇനിയിപ്പം നമ്മുടെ അലീനയോ ഉണ്ടായിരുന്നുള്ളല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ആർക്കാണെങ്കിലും ഒരു മനസ്സിനൊരു എന്താ പറയുക, മരവിച്ച അവസ്ഥയിൽ ഇങ്ങനെ വന്ന് രക്ഷിക്കുമ്പോൾ ആർക്കാണെങ്കിലും അവരോട് തോന്നുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആശ്വാസം, അതൊക്കെ അലീനയായിട്ട് ചെയ്തല്ലോ എന്നോർത്ത് പുള്ളിക്കാരിക്ക് എന്തോ വല്ലാത്തൊരു ഫീലിങ്സ്. താൻ ഇവളെയാണല്ലോ ഭയങ്കരമായിട്ട് ചിത്രീകരിച്ചത്, എല്ലാവരുടെയും വാക്ക് കേട്ടിട്ട് ഇവളെയാണല്ലോ ആട്ടിപ്പായ്ക്കാൻ വേണ്ടി തുടങ്ങിയത്. ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തന്നാണോ, ദൈവം അതിനുവേണ്ടിയാണോ എനിക്ക് ഈ അവസ്ഥ വരുത്തി വെച്ചത്, അതിനുവേണ്ടി ആയിരിക്കുവോ എന്നൊക്കെ അറിയാതെ മനസ്സിൽ ഇങ്ങനെ പറയാതെ പറയുന്നു. പക്ഷേ ഒരക്ഷരം അലീനയോട് മിണ്ടുന്നില്ല. പക്ഷെ ആ കണ്ണുകളിലുണ്ടല്ല സ്നേഹം 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 മാത്രം അലീനയോട്. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കി പറക്കിയിട്ടാണ് കേട്ടോ അലീന പോകുന്നത്. അപ്പൊ അലീന ചെന്നു. അലീനയും ഔദക്കുട്ടിയും കൂടി ഇവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് എൽസമ്മയോട് പറഞ്ഞു, ഞാൻ എല്ലാ ആഴ്ചയിലും വരാൻ കേട്ടോ, എന്നിട്ട് എല്ലാ ആഴ്ചയിലും വന്നെല്ലാം ക്ലീൻ ആക്കി തരാൻ കേട്ടോ, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനുണ്ട്, സങ്കടപ്പെടരുത്, ഏതവസ്ഥയിലും ഞാനുണ്ട്, നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്, നമ്മുടെ മനസ്സ് മാത്രം നമ്മൾ പിടിച്ചു നിർത്തിയാൽ മതി, തളർന്നു പോകരുത്, ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതും കൂടി കുറച്ച് മോട്ടിവേഷനും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൽസമ്മയ്ക്ക് പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയും ഔദക്കുട്ടിയും, പിന്നെ അലീനയും ഔദക്കുട്ടിയുടെ കൂടെ ഡ്രൈവർ ഉണ്ടായിരുന്നു കേട്ടോ, അതിനോടൊപ്പം തന്നെ 2 പട്ടികളെയും കൂടെ നമ്മുടെ സ്റ്റാൻലി വിട്ടിരുന്നു. ഒരു എന്താ പറയുക, ഒരു ബലത്തിന് വേണ്ടി. കാരണം ഇവിടെ ചെന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആങ്ങളമാരെല്ലാവരും കൂടി ഇനിയിപ്പോൾ നമ്മുടെ അലീനയെ കൊല്ലാൻ വന്നാലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 പട്ടികളെയും കൂടെയൊക്കെ കൂട്ടി അയച്ചത്. അങ്ങനെ തിരികെ പോയി. ഏതായാലും എസ്റ്റേറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ബബിതയും സ്റ്റാൻലിയും തിരിച്ച് വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയും ഔദക്കുട്ടിയും വന്നു. അങ്ങനെ അലീനക്കുട്ടിയും ഔദക്കുട്ടിയും കൂടെ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് 2 കുട്ടികളും കൂടെ വരുന്നത്. അങ്ങനെ സ്റ്റാൻലി ചോദിച്ചു, പോയിട്ട് എന്തായി, അവന്മാർ നിന്നെ കൊല്ലാൻ വന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് സ്റ്റാൻലി പപ്പയെന്നും പറഞ്ഞ് അങ്ങ് സങ്കടം പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണേൽ ഞാൻ പറയാം. കാരണം ഇന്നലെ വളരെയധികം വ്യൂസ് കുറവായിരുന്നു, അപ്പോൾ കേൾക്കാത്തവരും കേൾക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയോട് പറയുകയാണ്, ഏതായാലും പപ്പ ചെയ്യുന്നതെല്ലാം ഒരു കന്നന്തിരിവാണ് പപ്പ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തായാലും നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് പിന്നെ പപ്പയുടെ 3 മക്കളെ പ്രസവിച്ച സ്ത്രീയല്ലേ ഈ പറയുന്ന എൽസമ്മ, എങ്ങനെയാ പപ്പയ്ക്ക് കണ്ണിൽ ചോര ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? പപ്പ കഴിഞ്ഞ ദിവസം പോയപ്പം എൽസമ്മേനെ കയറി കണ്ടായിരുന്നോ? അപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എന്തിനാ ഞാൻ കാണുന്നത്, അവൾക്ക് അവളുടെ കുടുംബക്കാരും പള്ളിക്കാരും വെട്ടക്കാരും സഹോദരങ്ങളും എല്ലാവരും ഉണ്ടല്ലോ, കൂടെ പോരാഞ്ഞതിന് മറ്റേ ഇതുപോലെ നീണ്ടു കിടക്കുന്ന ഒരു നാക്കുമുണ്ട്. അപ്പം അവക്കല്ല നാക്കുള്ളത്, റീത്താമ്മ എന്ന് പറയുന്ന ചേച്ചിക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു നാക്കുമുണ്ട്. പിന്നെ എന്തിനാ ഞാൻ പോകുന്നത്, പിന്നെ എന്തിനു ഞാൻ ചെന്ന് അന്വേഷിക്കണം, പിന്നെ പൈസ വല്ലതും വേണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു, അത് എൻ്റെ ഒരു കടമ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പപ്പേനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പപ്പയെ കരുതിയത്. എൻ്റെ പപ്പ റിട്ടയർഡ് കേണൽ, ഒരു രാജ്യം സംരക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരനല്ലായിരുന്നു എൻ്റെ പപ്പ. എൻ്റെ പപ്പയ്ക്ക് രാജ്യം സംരക്ഷിക്കാൻ പറ്റിയെങ്കിൽ സ്വന്തം കുടുംബം സംരക്ഷിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അലീന നീ എന്താ ഈ പറയുന്നത്, അല്ല അപ്പച്ച ഇവളെ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്, ഇവള് ഒന്ന് പോയി കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്ക് അഹങ്കാര വർത്താനം പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഔദക്കുട്ടി പറഞ്ഞു, മോനെ സ്റ്റാൻലി, അവൾ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല, അവൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് അവൾ പറയുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എൽസമ്മ ഉള്ളത്. നിന്റെ 3 മക്കളുടെ അമ്മയല്ലേ അവള്, ആ ഒരു ഇതിലെങ്കിലും നീ ഒന്ന് പരിഗണിക്കുക, കാരണം അത്രയ്ക്കും ദയനീയാവസ്ഥയായി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യുന്നു, ഈ ഫോട്ടോ എടുത്ത് അലീനെ കാണിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പം അച്ഛൻ്റെ പ്രിയതമയുടെ, അല്ലെങ്കിൽ അച്ഛൻ കഴുത്തിൽ താലി കെട്ടി പള്ളിക്കാരുടെ മുമ്പിലും പട്ടക്കാരുടെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും കഴുത്തിൽ താലി കെട്ടി തൻ്റെ മക്കളെ പ്രസവിച്ച തൻ്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ അങ്ങോട്ട് എടുത്ത് കാണിച്ചതും സത്യം പറഞ്ഞ സ്റ്റാൻലിയുടെ ചങ്കും തകർന്നു. അത് കണ്ടാൽ ആരുടെ ചങ്കും തകർന്നു പോകും കേട്ടോ. പുഴുവരിച്ച് കിടക്കുന്ന ഒരു രൂപം ഇതിനേക്കാളും എന്നെ തോന്നുന്നു. അതുപോലുള്ളൊരവസ്ഥയായിട്ട് ഒരു വികൃത രൂപമായിട്ട് അത്യാവശ്യം അത്യാവശ്യം കാണാനൊക്കെ മിടുക്കിയായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു ഈ എൽസമ്മ. അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം ശോചനീയകരമാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിക്കും എന്തോ കുറച്ചൊരു പോലെ തോന്നി കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മുടെ ബബിത ഫോട്ടോ എന്ന് കാണിച്ചെന്ന് പറഞ്ഞ് ബബിതയും നോക്കി. ബബിതയും ഞെട്ടിപ്പോയി. ബബിത ചോദിച്ചു, ഇതെന്താ, ഇതിപ്പം മറ്റേ ഈ പിരമിഡുകളിലെ മമ്മി ഉണ്ടല്ലോ അതുപോലെ ഉണ്ടല്ലോ, ഇതെന്താ അലീന ചേച്ചി ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഈ അവസ്ഥയിൽ ആ സ്ത്രീ എങ്ങനെ അവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചപ്പം മനുഷ്യപ്പറ്റില്ലാത്ത ചില കൂട്ടങ്ങൾ
അല്ലാതെ പിന്നെ എന്താ മോളെ ബബിതയെ പറയുക എന്നും പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടി ആങ്ങളമാരും ചേച്ചിയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ചൊവ്വേ നേരം കഴിക്കണമെങ്കിൽ തന്നെ അതിന് പറ്റത്തില്ലാത്ത ഇരിക്കുകയാണ്. ആ ഒരവസ്ഥ. ആ മുടിയൊന്ന് ചെയ്യി വൃത്തിയാക്കി കൊടുത്തിട്ടില്ലേ, എന്നോ ഇട്ട വസ്ത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അത് തന്നെ ഇട്ടിങ്ങനെ കിടക്കുന്നു. നാറ്റം, ഒരു പുഴു വരിച്ചൊരു ഫീലിങ്. എനിക്കങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഓക്കാനും വന്നു ആ ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴെന്ന്. അപ്പം ഇതെല്ലാം നമ്മുടെ സ്റ്റാൻലി കേട്ടോണ്ടിരിക്കുക. സ്റ്റാൻലിയുടെ തലയിൽ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ സ്റ്റാൻലി വല്ലാതെ വിഷമത്തിലായിപ്പോയി. വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കാണിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കണ്ടിട്ട് സ്റ്റാൻലിക്ക് വയ്യ. സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും അലീന പതുക്കെ ചെന്നു കേട്ടോ സ്റ്റാൻലിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, പപ്പേനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല പപ്പ ഞാൻ. ഇതിപ്പം എൽസമ്മ എന്നല്ല, വേറെ ആരാണെങ്കിലും ഈ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ എല്ലാ ആഴ്ചയും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഞാൻ ആ വീട്ടിൽ പോകും. ഞാൻ പോയിട്ട് എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ, എൻ്റെ സഹോദരങ്ങൾ ആ അമ്മയുടെ വയറ്റിലല്ലേ പിറന്നത്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് പോയി അതിനെ അന്വേഷിക്കാതിരിക്കുന്നത്? വേറെ വല്ലവരും ആണെങ്കിൽ ഞാൻ അന്വേഷിക്കില്ലേ? ഹോം നേഴ്സ് ആയിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി നിന്ന് എനിക്ക് ആരെങ്കിലും അന്വേഷിക്കേണ്ടി വരില്ലേ? അപ്പോൾ പപ്പ ഞാൻ പോകും പപ്പ, ഞാൻ അന്വേഷിക്കും. ഞാൻ പോയി അന്വേഷിച്ച് എനിക്ക് മാറ്റിയെടുക്കണം എൽസമ്മനെ, പഴയ എൽസമ്മയായിട്ട് എൻ്റെ പപ്പയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, മോളെ ഒരിക്കലും ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അലീന. നിനക്കറിയില്ല, പല കാര്യങ്ങളും നിനക്കറിയില്ല. കാരണം ഞാൻ അത്രയ്ക്കധികം വേദന അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇഷ്ടപ്പെടാതെ നടന്നൊരു കല്യാണമാണെങ്കിലും ഞാൻ അവളുടെ അടുത്ത് ആ ഒരു ദേഷ്യമോ പ്രകടനമോ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അവളെ ഞാൻ സ്നേഹിക്കാതിരുന്നെങ്കിൽ ഒരു 3 മക്കളുണ്ടാവുമായിരുന്നോ? ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ അവളെ അടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. അവളുടെ വീട്ടുകാർ പറയുന്നതാണ് അവൾക്ക് വേദവാക്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ദൈവം കൊടുത്തത് തന്നെ ആയിരിക്കും അലീന എന്ന് പറയുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ദൈവം കൊടുത്തതായിരിക്കാം. പക്ഷെ നമ്മൾ കൊടുക്കാൻ നമ്മളാരാ? നമ്മൾ ശിക്ഷ കൊടുക്കാനും നമ്മൾ ശാപവാക്കുകൾ പറയാനും നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. ആണോ? അല്ലല്ലോ. നമുക്കും മുകളിൽ ദൈവമുള്ളപ്പം നമ്മൾ എന്തിനാ വെറുതെ നമ്മൾ എന്തിനാ പപ്പ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിലുള്ളതൊക്കെ കള എന്നിട്ട് പപ്പ ഒരു കാര്യം ചെയ്യണം. പപ്പ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ കൂടെ വരണം. അതുപോലെ എൽസമ്മ അമ്മേനെ പോയി കാണണം. അമ്മേനെ പോയി കണ്ടിട്ട് 2 നല്ല വാക്കുകളെങ്കിലും പറയണം. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ആ മനസ്സിലും കാണും തൻ്റെ ഭർത്താവ് വന്നില്ലല്ലോ, തന്നെ അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും. അതുകൊണ്ടാണ് പപ്പ ഞാൻ പറയുന്നത്, ഈ വാക്കുകൾ ഒരിക്കലും പപ്പ ധിക്കരിക്കരുത് പപ്പ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അലീനെ ഞാൻ വരാം, നിൻ്റെ കൂടെ ഞാൻ വരാം, ഉറപ്പായിട്ട് ഞാൻ വരും. അടുത്ത പ്രാവശ്യം നീ എൽസമ്മേനെ കാണാൻ പോകുമ്പോൾ ഞാൻ വരും. മാത്രമല്ല നിനക്ക് എൽസമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, പപ്പ എന്താ ഈ പറയുന്നത്? അല്ല, എൽസമ്മേനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം. അല്ല പപ്പ ഇതിന് സമ്മതിക്കുമോ? ആ, ഞാൻ സമ്മതിക്കാം. അല്ല നീ എൽസമ്മേനെ നോക്കുവോ? എന്താ പപ്പ ഇങ്ങനെ പറയുന്നത്? ഞാൻ നോക്കുമെന്നോ? ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെ നോക്കിക്കോളാം. എൻ്റെ സ്വന്തം അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് പപ്പ ഇപ്പം പറഞ്ഞത് ഏറ്റവും വലിയ ഒരു പ്രായശ്ചിത്തം തന്നെയാണ്. ഇത്രയും നാളും മക്കൾക്കും ഭാര്യയ്ക്കും കൊടുക്കാഞ്ഞ സ്നേഹം ഇനിയെങ്കിലും കൊടുത്താലും അതിൻ്റെ ഒരു പാപം നമുക്ക് മാറിക്കിട്ടും പപ്പ. പപ്പയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായശ്ചിത്തം അത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെ നോക്കണം പപ്പ, നമുക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ്. ഏതായാലും അലീനയും സ്റ്റാൻലിയും ആ തീരുമാനത്തിലെത്തുകയാണ്. എൽസമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ അലീന നോക്കാം എന്ന് പറയുന്നു. അലീന നോക്കാമെന്ന് മാത്രമല്ല, വേറൊരു ഹോം നേഴ്സിനെയും കൂടി നമുക്ക് വെക്കാം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന ഫുള്ള് കാര്യങ്ങൾ ചെയ്യേണ്ട, വേറൊരു ഹോം നേഴ്സിനെയും കൂടെ വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം മോളെ എന്ന് പറയുന്നുണ്ട്. ഏതായാലും അലീനയെ കൊണ്ട് മാറാത്ത ഒരു പ്രശ്നങ്ങളില്ല, അലീനയെ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളില്ല. ദൈവം ഏതാണ്ട് ഒരു മാലാഹക്കുട്ടിയെ പറഞ്ഞയച്ചതുപോലെയാണ് തോന്നുന്നത്. ദൈവം ഇങ്ങനെ അലീനയെ പറഞ്ഞയച്ചത്. പക്ഷേ ആ മാലാഹക്കുട്ടി വന്ന് വീണത് വലിയൊരു ഭൂതനയുടെ വയറ്റിലായി പോയെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വലിയൊരു ഭൂതനാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ വൈജയുടെ മനസ്സൊന്നും അലിഞ്ഞിട്ടില്ല കേട്ടോ. വൈജ ഇപ്പോഴും ഈ കഥ ഒരു 1-2 മാസം കഴിഞ്ഞൊക്കെ വരാനിരിക്കുന്ന കഥയാണ്. ഇപ്പോഴും വൈജയുടെ മനസ്സ് കല്ലുപോലെ മരവാഴ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഗുണവും ഇല്ല, ഒരു ഇതും ഇല്ലാത്ത ഒരവസ്ഥ. ഇങ്ങനെയുണ്ടോ പെണ്ണുമ്പിള്ളമാര്? സത്യം പറഞ്ഞാൽ ചില സീനുകളും ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വൈജ എങ്കിൽ ക്യാരക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മൾ വൈജയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ചെവിക്കൽ തീർത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയായിപ്പോൾ. അതുപോലെ നമുക്ക് അചോരകമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ വൈജ. നമ്മളിങ്ങനെ കുത്തി ഇളക്കുന്ന രീതിയിലുള്ള ഓരോരുത്തരെ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈജ. ഏതായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമേ.
അങ്ങനെ ഏതായാലും ബബിത എന്നെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, കുറേ ദിവസം ആയല്ലോ. ഇങ്ങനെ ബബിതയുടെ പ്രശ്നങ്ങളൊക്കെ മാറി സൂയിസൈഡൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നല്ലോ. അപ്പം നമ്മുടെ അലീന കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് അലീന കൂടെ കൊണ്ട് നടന്ന് കൈപിടിച്ച് നടത്തി എല്ലാം മാറി നല്ല പെർഫെക്റ്റായി നമ്മുടെ ബബിത. അങ്ങനെ ബബിതേനെ തിരിച്ചു കൊണ്ടുവിടാൻ പോവുകയാണ്. അലീനയാണ് പോകുന്നത്, കൂടെ നമ്മുടെ സ്റ്റാൻലി ഉണ്ട് ഈ പ്രാവശ്യം. അപ്പം സ്റ്റാൻലിയും അലീനയും കൂടെയാണ് ബബിതേനെ കൊണ്ടുവിടാൻ പോകുന്നത്. ഡ്രൈവർ ഒന്നും വേണ്ട, ഞങ്ങൾ മക്കളും അച്ഛനും ഒക്കെ അങ്ങ് കയറി പൊക്കോളാന്ന് പറഞ്ഞു. ഔതക്കുട്ടി അങ്ങാണ്ട് ഈ സമയത്ത് പുനലൂർ എന്തോ കാര്യത്തിനോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോയോണ്ട് നമ്മുടെ ഔതക്കുട്ടിക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ഔതക്കുട്ടി ഇവർ പോയ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമക്കളെ 2 ദിവസം കഴിഞ്ഞ് പോകത്തില്ലായിരുന്നോ, ഞാനും കൂടെ വന്നേനെ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ സാരമില്ല, ഇവർക്ക് ഹോസ്റ്റലിൽ പോകണം, ക്ലാസ് കുറേ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റലിൽ പോയി ഇനി ഒന്നേന്ന് പഠിത്തം ആരംഭിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബബിതേനെ അലീനയും സ്റ്റാൻലിയും കൂടെ കൊണ്ടുവിടുന്നത് കടപ്പാട്ടൂരേക്കാണ്. അപ്പോൾ അവിടെ നമ്മുടെ ബാലചന്ദ്രൻ ഉണ്ട്. അങ്ങനെ അലീന ഇറങ്ങുന്നു ബബിതേനെ കൊണ്ടുവിടാനായിട്ട്. സ്റ്റാൻലി കൂടത്തിൽ പോയത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റാൻലി കൂടത്തിൽ പോയില്ലെങ്കിൽ അലീന തിരിച്ചു വരാൻ ചിലപ്പോൾ 1-2 ദിവസം വൈകും. അങ്ങനെ വൈകിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്റ്റാൻലിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് മനഃപൂർവ്വമാണ് കൊച്ചുകള്ളൻ നമ്മുടെ അലീനയും കൊണ്ട് പോയത്. ഏതായാലും അവിടെ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്കും സ്റ്റാൻലിയോട് അലീന ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി പപ്പ എൻ്റെ കൂടെ വന്നത് എന്തിനാണെന്ന്. വേറെ ഒന്നിനുമല്ല പപ്പ എൻ്റെ കൂടെ വന്നത്, ഞാൻ അവിടെ നിൽക്കുമെന്നുള്ള പേടിയില്ലായിരുന്നോ പപ്പായ്ക്കെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഓ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല, നീ എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് അറിയാലോടി എന്ന് പറയുമ്പം ആയിക്കോട്ടെ, എൻ്റെ പപ്പേനെ ഞാൻ തരം താഴ്ത്തുന്നില്ല. ഇനി എൻ്റെ പപ്പ എപ്പോഴും ഒരു പടി തട്ടി മേളിലിരിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. ആയിക്കോട്ടെ എന്നിങ്ങനെ പറയാണ്. ഏതായാലും അടിപൊളി വിശേഷങ്ങളാട്ടോ ഓരോ ദിവസവും വരാൻ പോകുന്നത്. നമ്മൾ ഇന്നും അപ്കമിങ് വിശേഷങ്ങൾ ഉച്ചയ്ക്ക് ഈ ചാനലിൽ ഇടാറുണ്ട്. ആരും മിസ് ചെയ്ത് കളയരുത്, കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കൂട്ടുകാരൊക്കെ കാണുമല്ലോ, വീഡിയോസൊക്കെ കാണുന്നവർ, അവർക്കൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും നമ്മൾ കള്ളക്കഥയല്ല പറയുന്നത്, നമ്മൾ നോവലിനെ ബേസ് ചെയ്ത് നോവലിൽ വന്ന കഥ അതേപടിയാണ് പറയുന്നത്, കള്ളക്കഥയല്ല കേട്ടോ പറയുന്നത്. അപ്പം അത് ഓർത്ത് നിങ്ങൾ കാണാതെ ഇരിക്കരുത്. കാരണം നോവൽ എങ്ങനെയാണോ അതേപടി ഇപ്പം നമ്മുടെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സീനുകളും നോവലിലെ പോലെ തന്നെയായിരിക്കും, അതിനൊന്നും യാതൊരു മാറ്റവും കാണത്തില്ല. നമ്മുടെ ജോയ്സിയുടെ മഴ തോരും മുമ്പേ പൊളിച്ചടുക്കി സൂപ്പർ ഹിറ്റ് പരമ്പരയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉടനീളം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ എനിക്ക് എല്ലാ ദിവസവും വന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടത്തുള്ളൂ. കൂടുതൽ വ്യൂവേഴ്സിൽ കൂടുതൽ കാണികളിലേക്ക് ഇതെത്തുമ്പോഴത്തേക്കും, പ്രേക്ഷകരിലേക്ക് ഇതെത്തുമ്പോഴത്തേക്കും നമുക്കും കൂടുതൽ അപ്കമിങ് വിശേഷങ്ങൾ ചെയ്യാനുള്ളൊരു പ്രചോദനം അത് തന്നെ. സോറി, നാക്കൊക്കെ മറ്റേ ഗുളിക കയറുന്നു. അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ നിന്ന് ഗുളികം കയറ്റുന്നില്ല. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുതേ.